കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് അടിത്തറ പാകിയ സമന്വിത നേതാവാണ് ഇ.കെ. നായനാരെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. ഇ.കെ. നായനാരുടെ 21ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി കണ്ണൂർ നായനാർ അക്കാദമിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ ആധുനിക കേരളമായി മാറ്റുന്നതിൽ ത്യാഗപൂർണമായ പങ്ക് നായനാർ വഹിച്ചു. വർത്തമാനകാലം സങ്കീർണമായാണ് മുന്നോട്ട് പോകുന്നതെന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു. എല്ലാ ജനവിഭാഗങ്ങളെയും സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ചേർത്ത് പിടിക്കാനും സാധിക്കേണ്ടുന്ന ഇന്ത്യൻ പരിതസ്ഥിതിയിൽ മതവിദ്വേഷത്തെ അടിസ്ഥാനപ്പെടുത്തി വർഗീയമായി ജനങ്ങളെ അണിചേർക്കാൻ സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ ദേശീയ പോരാട്ടത്തിൻ്റെ പാരമ്പര്യമുള്ള ഇന്ത്യയിലെ ഏറ്റവും ശക്തമത്തായ ദേശീയ പ്രസ്ഥാനം രൂപപ്പെടുത്തിയ ഇന്ത്യയെ തന്നെ തകർക്കാൻ ഇപ്പോഴും ആ പ്രസ്ഥാനത്തിലൊന്നുമില്ലാത്ത ഈ ഭീകര നിലപാടുകൾ സ്വീകരിക്കുന്ന നമുക്കെല്ലാം അറിയുന്ന സംഘപരിവാർ മേഖല RSS BJP ഉൾപ്പെടെയുള്ള വിഭാഗം അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായിട്ട് പൊരുതാൻ നമുക്കാവണം. ഈ വർഗീയ ധ്രുവീകരണത്തെ തുറന്നു കാണിക്കാൻ നമുക്കാവണം. വർഗീയ ധ്രുവീകരണത്തിൻ്റെ പുതിയ സാമ്പിൾ കേരളത്തിലുമുണ്ട്. നമ്മൾ കാണുന്നത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല, BJP മധ്യപ്രദേശ് മാത്രമല്ല, ഇവിടെയും അത് തന്നെയാണ്. ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഒരു താൽക്കാലികക്കാരനാണ്. അദ്ദേഹം അവിടുത്തെ അധ്യാപകരെയും കുട്ടികളെയും ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്, ഇവിടെയുള്ള അധ്യാപകരും കുട്ടികളും ദേശവിരുദ്ധരാണ് എന്ന്. ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം കൊടുത്ത സൈനിക ഉദ്യോഗസ്ഥയുടെ പേര് മുസ്ലിം നാമം ആയതുകൊണ്ട് മാത്രം ഉദ്യോഗസ്ഥയെ ഭീകരവാദിയെന്നാണ് മന്ത്രിയായ BJP നേതാവ് വിശേഷിപ്പിച്ചത്. അത്യന്തം അപകടകരമായ വർഗീയ ധ്രുവീകരണ നീക്കമാണ് BJP നടത്തുന്നത്. പാകിസ്ഥാൻ വിരുദ്ധത ഉപയോഗിച്ച് മുസ്ലിം വിരുദ്ധതയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് തടയണം. ജനാധിപത്യ സമൂഹത്തിന് ഇത് തടയേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഇത് ദേശസ്നേഹമല്ല, ഇത് രാഷ്ട്രവിരുദ്ധമാണ്. വർഗീയ ധ്രുവീകരണത്തെ തുറന്നു കാണിക്കാൻ നമുക്കാവണം. വർഗീയ ധ്രുവീകരണത്തിന്റെ സാമ്പിൾ കേരളത്തിലുമുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ദേശവിരുദ്ധരാണെന്നാണ് പ്രഖ്യാപിച്ചത്. ഇത് വർഗീയവൽക്കരണത്തിന്റെയും കാവ്യവൽക്കരണത്തിന്റെയും അജണ്ടയാണ്. ഇതിന്റെ മറ്റൊരു പകർപ്പാണ് വേടനെതിരായ കടന്നാക്രമണം. വേടൻ കൈകാര്യം ചെയ്യുന്ന റാപ്പ് മ്യൂസിക്കിനെ കലാഭാസം എന്നാണ് സംഘപരിവാർ വിശേഷിപ്പിച്ചത്. വേടന് പറ്റിയ തെറ്റ് അദ്ദേഹം ഏറ്റുപറഞ്ഞിട്ടുണ്ട്. വേടനെതിരെ നടന്നത് സവർണ മേധാവികളുടെ ബോധപൂർവമായ കടന്നാക്രമണമാണെന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി അംഗം M.V. ജയരാജൻ അധ്യക്ഷനായി. തിങ്കളാഴ്ച കാലത്ത് കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ CPM ജനറൽ സെക്രട്ടറി M.A. ബേബിയുടെ നേതൃത്വത്തിൽ CPM നേതാക്കളും പ്രവർത്തകരും നായനാരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ P.K. ശ്രീമതി, E.P. ജയരാജൻ, K.K. ശൈലജ, സംസ്ഥാന സെക്രട്ടറി അംഗം M.V. ജയരാജൻ, ജില്ലാ സെക്രട്ടറി K.K. രാകേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ P. ജയരാജൻ, T.V. രാജേഷ്, N. ചന്ദ്രൻ, M. പ്രകാശൻ, MLA മാരായ K.V. സുമേഷ്, M. വിജിൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M. സുരേന്ദ്രൻ, P. പുരുഷോത്തമൻ, P.V. ഗോപിനാഥ്, കാരായി രാജൻ, ഏരിയ സെക്രട്ടറിമാരായ K.P. സുധാകരൻ, M.K. മുരളി, N. അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.